കുറേ ദിവസമായി യാത്രയിലായിരുന്നു. ഒന്ന് വ്യായാമം ചെയ്യാമെന്ന് കരുതിയാണ് ഒരു ഫിറ്റ്നസ് സെന്ററിൽ, ഒരു ജിംനേഷ്യത്തിൽ വന്നു കയറിയത്. ഈ ജിംനേഷ്യം എവിടെയാണെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇതൊരു സർക്കാർ ആശുപത്രിയിലെ ഫിറ്റ്നസ് സെന്ററാണ്. വയനാട്ടിലെ നൂൽപ്പുഴയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ ഫിറ്റ്നസ് സെന്റർ ഉള്ളത്. സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈ ആശുപത്രി. ഒരു 5 സ്റ്റാർ ഹോട്ടലിനെ വെല്ലുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് ഈ സർക്കാർ ആശുപത്രിയിൽ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടുമടിയിൽ പോകുന്നത് നൂൽപ്പുഴയിലെ സർക്കാർ ആശുപത്രിയുടെ വിശേഷങ്ങൾ കാണാനാണ്. അപ്പോൾ എൻ്റെ കൂടെ പോരെ, നമുക്ക് ഈ കാഴ്ചകൾ കണ്ടുവരാം. ആർദ്രം മിഷന്റെ ഭാഗമായിട്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം ആശുപത്രിയിലേക്ക് വന്നത്. ആർദ്രം മിഷനിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ നമ്മുടെ രോഗം വരാതെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ രോഗത്തിന് ചികിത്സ എന്നതിനോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ആരോഗ്യവാനായിരിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി അതിനുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മളൊരു സ്വകാര്യ ജിംനേഷ്യത്തിൽ നാട്ടിൽ പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2000 രൂപ 3000 രൂപയെങ്കിലും ആകും. അവിടെയാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ സ്വകാര്യ ഫിറ്റ്നസ് സെന്ററുകളെ വെല്ലുന്ന ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന രണ്ടാമത്തെ പഞ്ചായത്ത് കൂടിയാണ് നൂൽപ്പുഴ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ, ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യർക്ക് കൂടി ആധുനിക സൗകര്യങ്ങൾ ലഭ്യമാക്കണം എന്ന വലിയൊരു ഉദ്ദേശം കൂടി ഈ ആർദ്ര മിഷന്റെ നേതൃത്വത്തിൽ ഈ ആശുപത്രിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കുണ്ട് എന്നതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഇനി ഈ ആശുപത്രിയിലെ മറ്റു കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ കൂടെ പോരെ. നമ്മൾ ഈ ഫിറ്റ്നസ് സെന്റർ കണ്ടു. ഫിറ്റ്നസ് സെന്ററിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് OP വിഭാഗത്തിലേക്കാണ്. ഇവിടെയാണ് ഡോക്ടർമാരെ കാണാനായിട്ട് പേഷ്യൻസ് വന്ന് ഇരിക്കുന്ന സ്ഥലം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എത്രമാത്രം നല്ല സംവിധാനങ്ങളാണ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ ഇരിപ്പിടങ്ങൾ, ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു മെഷീൻ കാണിക്കാം. നമ്മളിവിടെ കയറി വരുമ്പോൾ ആദ്യം നമ്മൾ നിൽക്കുന്നത് ഇവിടാണ്. നമ്മുടെ ടെമ്പറേച്ചർ നമുക്ക് തന്നെ ഇവിടെ അറിയാൻ കഴിയുമെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ആ ടെമ്പറേച്ചർ ഇപ്പോൾ 34.3, 36ലേക്കൊക്കെ പോയാൽ നമുക്ക് പനിയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്ക് തന്നെ ഡയറക്റ്റായിട്ട് നമുക്കിവിടെ അറിയാൻ കഴിയും. ആ രീതിയിലുള്ള മെഷീൻസ് ഉണ്ട്. ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഡോക്ടർ ദാഹർ എന്നോടൊപ്പം ഉണ്ട്. ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളുടെയും പുറകിൽ എന്താ പറയുക, രാത്രിയും പകലും ഉറക്കമൊഴിച്ച് പണിയെടുത്ത ഒരാളാണ് ഈ ആശുപത്രി ഇങ്ങനെയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിൽക്കുന്നതിനാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല. അതൊരു വലിയ സങ്കടം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇനി പോകുന്നത് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ആശുപത്രി വന്ന സ്ഥിതിക്ക് BP ഒന്ന് നോക്കിയേക്കാന്ന് വെച്ചു. പക്ഷേ നമ്മൾ ഈ സാധാരണ മറ്റേ ചുറ്റിക്കെട്ടി വെക്കുന്ന ആ സാധനം നോക്കിയില്ലേ, അതല്ല കേട്ടോ ഇവിടെ ഉള്ളത്. ഏറ്റവും ഓട്ടോമാറ്റിക്കായ അഡ്വാൻസ്ഡ് ആയ മെഷീനാണ്. ഒരു കാര്യം കൂടി ഓർക്കണേ, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ പറയുന്ന വലിയ സംവിധാനങ്ങൾ. മെഡിക്കൽ കോളേജൊന്നുമല്ല, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ലോകത്തിന് മുൻപിൽ കേരളം ഇങ്ങനെ അടയാളപ്പെടുത്തി നിൽക്കുന്നത്. ആരോഗ്യ മേഖലയിൽ ഏറ്റവും മികവുറ്റ ഇടമായി. ഇനി മറ്റു മേഖലകൾ നമുക്ക് കാണാം. നൂൽപ്പുഴ എന്ന് പറയുന്നത് ആദിവാസി മേഖലയാണ്. 50% ആദിവാസികൾ താമസിക്കുന്ന ഇടമാണ്. അവർക്ക് ചിലപ്പോഴൊക്കെ ഈ പോഷകാഹാര ലഭ്യതക്കുറവ് ചില കുട്ടികൾക്കൊക്കെ പ്രശ്നമാകാറുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളെ, ആദിവാസി കുടുംബങ്ങളെ കണ്ടെത്തി അവരെ, അമ്മയെയും കുട്ടിയെയും ഇങ്ങോട്ടേക്ക് എത്തിച്ച് ഈ യൂണിറ്റിൽ അവർക്ക് പോഷകാഹാരം അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും നൽകുന്നു. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയെയും കുഞ്ഞിനെയും രാവിലെ ഇങ്ങോട്ടേക്ക് ഇവിടുത്തെ വാഹനത്തിൽ കൊണ്ടുപോയി എത്തിക്കും. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ആഹാരവും മറ്റും നൽകിയതിനു ശേഷം, അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയതിനു ശേഷം വൈകുന്നേരം അതേപോലെ തിരിച്ച് ഇവിടുത്തെ വാഹനത്തിൽ അവരുടെ ഊരുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഇതൊക്കെ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയ ആർദ്രം മിഷന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഈ സർക്കാർ ആശുപത്രിയിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ ആശുപത്രിക്ക് നടുവിലുള്ള ഒരു ആൾത്തറയിലാണ്. ആശുപത്രിയിൽ എന്താണ് ആൾത്തറയ്ക്ക് കാര്യമെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ നൂൽപ്പുഴയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ആശുപത്രിയിൽ പോയി എന്ന ഫീല് നമുക്ക് ഒരിക്കലും തോന്നുകയില്ല. പകരം ഒരു മനോഹരമായ നമുക്കൊക്കെ സന്തോഷവും പോസിറ്റീവ് എനർജി പകരുന്ന ഒരു സ്ഥലത്ത് വന്ന ഫീലാണ് നമുക്ക് തോന്നുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഫാമിലി ഹെൽത്ത് സെൻറ്റർ നൂൽപ്പുഴയുടെ ഈ ആൾത്തറയൊക്കെ ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഗേറ്റർ റോബോട്ടിക് ഗേറ്റ് ട്രെയിനർ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഏറ്റവും ആധുനികമായ സംവിധാനത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടുന്നത്. ഈ തളർന്നുപോയ അല്ലെങ്കിൽ എണീച്ച് നടക്കാൻ കഴിയാത്ത മനുഷ്യരെ ഈ മെഷീനിൽ കയറ്റി നിർത്തി പതിയെ തെറാപ്പിയിലൂടെ അവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയുമെന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഒരേ സമയം അഡൾട്ടിനും പീഡിയാട്രിക് വിഭാഗത്തിലെ കുഞ്ഞുങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഈ റോബോട്ടിക് ഗേറ്റ് സംവിധാനം സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന് മാത്രം ഏകദേശം 2.5 കോടിയിലധികം രൂപ വില വരും എന്നതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളുള്ള ഒരു ആശുപത്രിയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ആശുപത്രി? ആശുപത്രി സൂപ്പർ അല്ലേ? എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്.
മെയിനായിട്ട് ഇവിടെ ഫിസിയോതെറാപ്പി ഭയങ്കരമായിട്ട് കേരളം മൊത്തത്തിൽ അറിയപ്പെടുന്നുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണ്. ഞങ്ങളെ നാട്ടുകാർ പിന്നെ ഡോക്ടർ എല്ലാം അടിപൊളിയാണ്. ഇവിടുത്തെ ഡോക്ടർ നല്ല സൂപ്പർ ഡോക്ടറാണ്. പിന്നെ നല്ല കെയർ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. എല്ലാവർക്കും സന്തോഷമാണ് ഇവിടെ വരുന്നതിൽ. ഒക്കെ എല്ലാവരും നല്ല ഇതിലാണ്, ഹാപ്പിയിലാണ് പോകുന്നത്. ഇവിടെ രോഗികളെ കിടത്തിയാലും എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഇതൊരു കണ്ടെയ്നറിനുള്ളിൽ ഒരുക്കിയിരിക്കുന്ന ഒരു റൂമാണ് രോഗികൾക്ക് വേണ്ടി, ചികിത്സയ്ക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. നമുക്ക് എത്ര മനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ടി വിയും ഒക്കെ ഉണ്ട്. നമ്മളൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്നാൽ എങ്ങനെ ഉണ്ടാകും അതേ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. എന്താ ചേട്ടൻ്റെ പേര്? ഹൈദർ. ഹൈദർ എവിടുന്നാ വരുന്നേ? കുപ്പാടി ബത്തേരി അല്ലേ? ബത്തേരി മുനിസിപ്പാലിറ്റിയിലാണ്. ഈ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നൂൽപ്പുഴയിലേക്ക് വരാൻ കാരണം എന്താണ്? നൂൽപ്പുഴയിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങള് പിന്നെ കേട്ടറിഞ്ഞു വന്നതാണ്. നല്ല ചികിത്സയാണ്, നല്ല റിസൾട്ടാണ് ഈ തെറാപ്പിയിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നു. എങ്ങനെയുണ്ട് സൗകര്യങ്ങളൊക്കെ? നല്ല സൗകര്യം, നല്ല ട്രീറ്റ്മെന്റ്, പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ വളരെ നല്ല സമീപനമാണ്. മൈമൂനമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, നല്ല ട്രീറ്റ്മെന്റ് ആണ്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. പിന്നെ വീട്ടിനെക്കാട്ടിലും സൗകര്യം തോന്നുന്നുണ്ട്. വീട്ടിനേക്കാളും സൗകര്യമുണ്ട്. അപ്പോൾ എന്നോടൊപ്പം ഇവിടെ നമ്മുടെ ഈ ആശുപത്രിയുടെ വികസന കമ്മിറ്റിയുടെ പ്രതിനിധി കൂടി എന്നോടൊപ്പം ചേരുകയാണ്. നിങ്ങളുടെ ഹോസ്പിറ്റൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കേട്ടോ. ഒരുപക്ഷെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയായിട്ടാണ് ഇങ്ങനൊരു സ്ഥാപനം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈല ടീച്ചറാണ് ആർദ്രം മിഷനിൽ ഇത് FHSC ആയി ഉയർത്തുകയും അതിനുശേഷമാണ് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ പഞ്ചായത്ത് വലിയ രോഗത്തിലേക്കുള്ള ഫണ്ട് 2 കോടി രൂപ മാറ്റിവെക്കുകയും തുടർന്ന് അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള പിന്നെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ആവശ്യപ്പെട്ടുള്ള മുഴുവൻ ഫണ്ടും നമുക്ക് ലഭ്യമായി എന്നുള്ളതാണ് ഈ ഹോസ്പിറ്റൽ ഇത്രത്തോളം ഡെവലപ്പ് ആകാൻ വേണ്ടിയുള്ള ആയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു ആശുപത്രിയിൽ വന്നിട്ട് മടങ്ങിപ്പോകാൻ തോന്നാതിരിക്കുന്നത്. കാരണം ഇതൊരു ആശുപത്രിയാണെന്ന ഫീലേ നമുക്ക് തോന്നില്ല. അത്രമാത്രം മികവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തെങ്കിലും ചെറിയ പോരായ്മകളുടെ പേരിൽ സർക്കാർ ആശുപത്രികളെ കുറ്റം പറയുന്നവർ, വിമർശിക്കുന്നവർ കണ്ണു തുറന്ന് കാണണം. ഇതാണ് സർക്കാർ ആശുപത്രികൾ, ഇതാണ് മാറ്റം. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. മറ്റൊരിടത്ത് വീണ്ടും കാണാം.